ഈ സീസണിൽ ബിഗ് ബോസും അതുപോലെ തന്നെ ഈ ഒരു ക്രൂ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അക്ബറിനാണ് എന്ന് പലപ്പോഴും ഞാൻ കമന്റ്സിലൂടെയും പിന്നെ അതുപോലെ പോസ്റ്റുകളിലൂടെയൊക്കെ കാണാനിടയായിട്ടുണ്ട്. ശരിക്കും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാലേട്ടനൊക്കെ ആണെങ്കിലും അക്ബറിനോട് കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്ന സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലൈവ് കാണുമ്പോഴൊക്കെ പലപ്പോഴും അക്ബറിനെ വെറുതെ എല്ലാവരും ഇട്ട് പഴി പറയുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അക്ബർ ഇതുവരെ ചെയ്ത ടാസ്കുകളിൽ ആദ്യത്തെ ഒരു കുറേ ആഴ്ചകളോളം അപ്പാനി നിലനിന്ന ആ ഒരു അത്രയും നാളിലും അപ്പാനിയുമായിട്ട് കൂട്ടുചേർന്ന് അവരെന്തൊക്കെയോ പ്ലാനിങ്, എസ്പെഷ്യലി അപ്പാനിയാണ് ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. അക്ബർ അത് അവിടെ എവിടെയെങ്കിലും അപ്പാനി എവിടെ വന്നിരിക്കുന്നോ അവിടെ വന്നിരുന്ന് അക്ബർ ഇത് കേൾക്കുന്നു. ആ പ്ലാനിന് ആടോ അങ്ങനെയാടാ എന്ന് പറയുന്നതല്ലാതെ ഒരാളെയും ഉപദ്രവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന അക്ബറിന്റെ ഒരു ശാരീരിക പ്രകൃതം, അതായത് വണ്ണുള്ളത് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ളത്, അത് വെച്ചിട്ട് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അക്ബറിന് പലപ്പോഴും ആരെങ്കിലും ഒക്കെ ഉന്തുകയോ തള്ളുകയോ ചെയ്യേണ്ടി വരാറുണ്ട്. ഞാൻ ഇന്നലത്തെ ടാസ്കിന്റെ കാര്യമല്ല പറയുന്നത്, കോമൺ ആയിട്ട് പറയാണ്. പക്ഷെ ഒരിക്കലും വേണമെന്ന് വെച്ച് അക്ബർ ഒരാളെ ഉപദ്രവിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഷുവറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ലാലേട്ടനൊക്കെ ഈ പറയുന്നത് വെച്ചിട്ട് അല്ലെങ്കിൽ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുള്ളത് ആകെ കൂടി ഒരൊറ്റ കാര്യത്തിനായിരുന്നു, അക്ബർ ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കണ്ടിന്യൂസ്ലി ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ലൈവിനകത്തും അക്ബർ ആരെയും ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അക്ബറിന്റെ ആ ഒരു കൂട്ടുസെറ്റുകളൊക്കെ പൊളിഞ്ഞു, അക്ബർ ഒറ്റയ്ക്കായപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോൺ അക്ബറിന് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം.